ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ആഗസ്റ്റ് മാസം, ഇനി വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പോകേണ്ട സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ, നിങ്ങളുടെ ഓഗസ്റ്റ് മന്തിലെ ആ ഒരു നടക്കാൻ പോകുന്ന ചില സിറ്റുവേഷൻസും ഇൻസിഡൻറ്റും അങ്ങനത്തുള്ള ചെറുതായിട്ടൊരു നിങ്ങൾക്ക് എന്താ ഒരു ചെറിയൊരു ക്ലൂ മാത്രം ആയിരിക്കും തരിക. അല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് എന്താ പറയുക, ഒരു ഓഗസ്റ്റ് നിങ്ങൾ കടന്നു പോകേണ്ട സിറ്റുവേഷൻ അത് നിങ്ങൾ കടന്നു തന്നെ പോകണം. പക്ഷേ അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്, എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾക്ക് വരുന്ന ചില ഇൻസിഡൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ കെയർ ചെയ്യേണ്ടതും, അതുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആയിട്ട് ആ ഒരു മന്ത് പോകാൻ പറ്റും എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതല്ലാതെ നമ്മൾ ഓഗസ്റ്റ് മന്ത് എന്താണ് നടക്കുന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് പറയുന്നതല്ല. കാരണം അത് യൂണിവേഴ്സലായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റഡ് ആയിട്ട് തരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അതൊന്നും നമ്മളിവിടെ റിവീൽ ചെയ്യത്തില്ല. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സിറ്റുവേഷനായാലും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സിറ്റുവേഷനിലായാലും, അത് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു ക്ലൂ തരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇത് നമ്മൾ പൈലോ കാര്യങ്ങളോ മറ്റ് സംഭവങ്ങളൊന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ഓഗസ്റ്റ് മന്തിനെ കുറിച്ച്. കാരണം മന്ത്ലി നമ്മൾ പൈല് വെച്ച് ചെയ്യാൻ കുറച്ച് പാടെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എല്ലാവർക്കും ഒരേ കണക്ക് റീസണേറ്റ് ആവാൻ ഉള്ള ചാൻസ് കുറവാണ് നമ്മൾ പൈല് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നോക്കാം ഓഗസ്റ്റ് മാസം. ഓക്കെ, ഓഗസ്റ്റ് മാസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ട്രൂത്തുകൾ നിങ്ങൾ മനസ്സിലാക്കും. ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ട്രൂത്ത് എന്ന് പറയുന്നത് നിങ്ങളെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ അറിയാതെ പോയ കുറേ അധികം ഇൻസിഡൻ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ മനസ്സിലാകാതിരിക്കുന്ന ഒരുപാട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് സമയത്ത് ഒരുപാട് റിവീൽ ആവുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്പിരിച്വൽ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, സ്പിരിച്വൽ ജേണിയിൽ കയറാനിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, കാർമിക് പരമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഐസ്ബർഗ് എന്താണെന്നറിയാമോ? ഐസ്ബർഗ് എന്ന് പറയുന്നത് ഈ ടൈറ്റാനിക്കൊക്കെ ഇടിച്ച് വീണ ഐസ്ബർഗ് ഉണ്ട്. അതായത് അത് മുകളിൽ കാണുന്ന സമയത്ത് ഒരു മല പോലെ ഒരു മല പോലെയാണ് അത് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ കാമ്പ് കിടക്കുന്നത്. ഉള്ളിൽ എന്ന് പറയുന്നത് ഒരുപാട് താഴ്ചയേറിയ, ബലമേറിയ, ശക്തിയേറിയ ഒരു ഐസ് അതിൻ്റെ അകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കാർമിക്കും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്നത് അതേ കണക്കാണ്. പുറമേ കാണുന്ന കണക്കായിരിക്കത്തില്ല, ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത് എത്ര ഡെപ്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്, എത്ര ഡെപ്തിലാണ്. ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഓക്കെ ജസ്റ്റ് ആ വ്യക്തിനെ കണ്ടു, പക്ഷേ നമുക്ക് ഉള്ളിലോട്ട് ഇറങ്ങി നോക്കാൻ പറ്റുന്നത്, ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡെപ്തായ ചില വിവരണങ്ങൾ, ഡെപ്തായ ചില കാര്യങ്ങൾ, ഈവൻ യൂണിവേഴ്സലിനെ കുറിച്ച് പോലും നിങ്ങൾക്ക് കുറേയധികം രഹസ്യങ്ങൾ യൂണിവേഴ്സ് പറഞ്ഞു തരാൻ വേണ്ടി തുടങ്ങും. അതായത് എന്താ പറയുക, ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള ചില ട്രൂത്തുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ട് വെളിപ്പെടുത്തി തരും. അത് യൂണിവേഴ്സലിൻ്റെ ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ചില കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി എങ്ങനെ ചേഞ്ച് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മേ ബി ആരെയും കാണത്തില്ലായിരിക്കും, പക്ഷേ അവർക്കൊരു പരിധി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും, അല്ലെങ്കിൽ എന്താ പറയുക, അത് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാനും ഒരു പരിധി മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത് ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയുകയും വേണം അതിൻ്റെ ഡെപ്ത് എന്താണ്. ഈവൻ കാർമിക് ആയാൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ആണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്, ഫിനാൻസ് ആയാലും കരിയർ ആയാലും, അല്ലെങ്കിൽ അങ്ങനത്തുള്ള പ്രോബ്ലംസ് ആയാലും, നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, ചില ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ഇവൻ ഞാൻ പറയുന്ന എന്താ പറയുക, യൂണിവേഴ്സലിനെ കുറിച്ച് തന്നെ ഒരു ട്രൂത്തുകൾ, ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തുകൾ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് റിവീലാകും, ഒരുപാട് കാര്യങ്ങൾ റിവീലാകും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്
മൂടിക്കിടക്കപ്പെടുന്ന കുറേ അധികം രഹസ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഇരുൾമൂടി കിടക്കുന്ന അടച്ചിട്ട പെട്ടി തുറന്നിടുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് മൂവ് ഓൺ സിറ്റുവേഷനാണ്. മൂവ് ഓൺ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവാൻ വേണ്ടി ശ്രമിക്കും. ഈ സമയം നമ്മൾ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ പറയണ നമ്മൾ കഴിഞ്ഞ ഒരു റീഡിങ് എടുത്ത കണക്ക് തന്നെ, ആ ഒരു റീഡിങ്ങിലെടുത്ത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതുപോലെ തന്നെയാണ് ഈ ഒരു ടൈം പോകുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന, നിങ്ങളുടെ ചിന്താഗതിക്കും നിങ്ങളുടെ എനർജിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും വാല്യൂ. കാരണം യൂണിവേഴ്സ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇത്രയും ഡീപ്പായിട്ട് നിൽക്കുന്നൊരു സമയം ഐ തിങ്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സമയം ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് നമ്മളെ ഇമോഷൻസിലൂടെ കണക്ട് ചെയ്ത് പോകുന്നൊരു ടൈമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ഒരുപാട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മുടെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത്, നമ്മളുടെ ഇമോഷനിലായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷനിലായാലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആരുടെടുത്തും വലിയ ഈഗോയോ കാര്യങ്ങളോ അതൊന്നും ഈ സമയത്ത് വരാനുള്ള ചാൻസ് കുറവ്. നമ്മളായിട്ട് തന്നെ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ചിന്തകളും ഒരുപാട് പ്രോബ്ലംസും വരുന്നൊരു സമയമാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാർമിക്കാണെങ്കിലും റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സമയം യൂണിവേഴ്സിനോട് അത് ചോദിച്ച് വാങ്ങാം. നിങ്ങൾക്കത് ഈ സമയത്തെ കണക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ടൈമിലെ കണക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന വേറൊരു ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്രയും ബെസ്റ്റ് ടൈമാണ്. യൂണിവേഴ്സിനെ സംബന്ധിച്ചാലും നിങ്ങളെ സംബന്ധിച്ചാലും യൂണിവേഴ്സ് നിങ്ങളെ എന്താ പറയുക ഗൈഡ് ചെയ്താൽ നിങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിർത്തേണ്ട ഒരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്. ഓഗസ്റ്റ് മാസം യെസ്, എന്താ പറയുക, ഓഗസ്റ്റ് മാസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലേണിങ്സ് നിങ്ങൾ ഒരുപാട് ഉയർച്ച നിങ്ങൾക്കുണ്ടാവും. ഈ ഒരുപാട് ഉയർച്ച എന്ന് പറയുന്നത് നോളജ്, നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും ഈ സമയത്ത്. ഞാനിത് നിങ്ങളൊരു ടീച്ചറായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും, നിങ്ങളൊരു ഗുരുവായിട്ട് മാറാൻ തുടങ്ങും, നിങ്ങളുടെ അപ്പിയറൻസ് വരെ മാറാൻ വേണ്ടി തുടങ്ങും. അതായത് നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നൊരു രീതി, ഈവൻ നിങ്ങൾ പല സാഹചര്യങ്ങളും പല സിറ്റുവേഷൻസും പല ഡിപ്പാർട്ട്മെൻറ്റും കടന്നു വന്നൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഓരോ ഇൻസിഡൻറ്റും നിങ്ങളെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കണ്ടിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്നൊരു സിറ്റുവേഷനാണ്. ഇവൻ നിങ്ങളുടെ ലുക്ക് മാറാൻ വേണ്ടി തുടങ്ങും, ഇവൻ നിങ്ങളുടെ കണ്ണുകൾ മാറാൻ വേണ്ടി തുടങ്ങും, ഇവൻ നിങ്ങളുടെ എന്താ പറയുക ഫിസിക്കൽ ബോഡി. ഇപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരടുത്ത് ഒരു ഈഗോ ഉണ്ടാവുന്ന സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരടുത്ത് പൊസസീവിന് ഉണ്ടാവുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര സൂക്ഷ്മമായിട്ടും ഓരോന്നും പരിശോധിക്കും, സൂക്ഷ്മമായിട്ടും ഓരോന്നും ഒരാളെക്കുറിച്ച് അറിയുക എന്നുള്ളതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെന്താണ്, ആ വ്യക്തി എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത്. ഒരാളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വ്യക്തിയുടെ ഇമോഷൻസ്. നിങ്ങളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചറായിട്ട് നിങ്ങൾ മാറും, ഒരു ഗുരുസ്ഥാനത്തായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ, ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഉണ്ടാവും. അതായത് നിങ്ങളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു സഹായം ചെയ്യണം ഒരു വ്യക്തിക്ക്. നിങ്ങൾ ഈ സമയത്ത് ഒരുപാട് സഹായം ചെയ്യും. ഒരുപാട് സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഈവൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോള് അതിനു വേണ്ടി നിങ്ങളെ അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതായത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് അവരുടെ മനസ്സ് നിറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളുടെ വയറ് നിറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് നിറയുന്നൊരു ഫീൽ ഉണ്ടാവും. അത് നിങ്ങളുടെ കണ്ണിൽ ആ വ്യക്തിക്ക് തെളിയും. അപ്പം നിങ്ങളൊരു ഏഞ്ചലായിട്ട് മാറും. ഒരു ന്യൂ പാത്ത്. കുറേ അധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ അവരുടെ ബിസിനസ്സിലായിരിക്കും, അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ അവരുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കും. കരിയർ റിലേറ്റഡ് ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നത് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ. കരിയർ റിലേഷൻഷിപ്പ് ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും നമുക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. പക്ഷേ
കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ പുച്ഛിച്ച് തള്ളി വരും. നിങ്ങൾക്ക് എന്തോ ഒരു പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി നിങ്ങൾ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് മറ്റുള്ളവരെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളടുത്തോട്ട് ഒരുപാട് ആൾക്കാർ ഈ സമയം കടന്നു. നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ടും ക്ലെൻസ് ആവും. ഇവൻ ഞാൻ പറഞ്ഞ റീഡിങ് കാണുന്ന ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾ ഇത്രയും ചില ആൾക്കാരെ കളിയാക്കും. പക്ഷേ ഈ കളിയാക്കിയ ആൾക്കാർ നിങ്ങളെ തിരിച്ച് നിങ്ങളടുത്തോട്ട് ചില കാര്യങ്ങൾക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും ചില കാര്യങ്ങൾക്ക്. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആ വ്യക്തിയുടെ മനസ്സിൽ കയറും. പിന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് പോകത്തില്ല. ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനം പോകത്തില്ല നിങ്ങളുടെ ലൈഫിൽ നിന്നും. അങ്ങനത്തെ എന്തൊരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്നുണ്ടാവും. അതായത് ഒരു മാൻപേട അല്ലെങ്കിൽ ഒരു മാൻകുട്ടി. ഇപ്പം എന്താ പറയുക, നിങ്ങളൊരു കാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മാനും സിംഹവും പുലിയും എല്ലാം നിങ്ങൾ ഒരുപോലെ സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഒരു മനുഷ്യനെയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്നേഹിക്കുന്നത്. അപ്പം അങ്ങനെ സ്നേഹിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ആ വ്യക്തി എന്തോ ആയിട്ട് മാറണം. ഇവൻ നിങ്ങൾ അങ്ങനത്തെ ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ചിവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പാത്ത് തുറക്കുക എന്നുള്ളതാണ്. നിങ്ങളെ അതിശയപ്പെട്ട് ഒരുപാട് പേര് ഈ സമയത്ത് നോക്കി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ലുക്കായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, നിങ്ങളുടെ സ്വഭാവമായിരിക്കണം. നിങ്ങളൊരു ഡൗൺ ഫെയിലിയർ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് ഒരുപാട് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളൊരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം ഒന്നുമില്ല, ആരുമില്ല, ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആകും. കാരണം യൂണിവേഴ്സിൽ ഈ സമയം നിങ്ങളെ ഭയങ്കരമായിട്ടും ഗൈഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം ചില ഇൻസിഡൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലായിരിക്കാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുന്നൊരു സിറ്റുവേഷനിൽ നിന്നായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ അനുഭവത്തിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. കുറേ അധികം ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ചില ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കുന്നത്, കേട്ട് മനസ്സിലാക്കും, അങ്ങനത്തെ സിറ്റുവേഷൻസ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യണം. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെന്ന് കണ്ട് അവിടെ എത്തിപ്പെട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കും. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ അവിടെ ചെന്ന് എത്തിപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ബെറ്റർ. യെസ്, ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഗുഡായിട്ടുള്ളൊരു ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫോർഗീവ്നെസ് ആണ്. ഒരാളടുത്ത് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളായാലും അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. ഈവൻ റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ സെൽഫ് അപ്പിയറൻസ് മാറുന്നുണ്ട്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നിങ്ങൾ കൂടുതലും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. ഈവൻ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ജെന്യുവൻലി ഈ സമയം എന്ന് പറയാൻ നിങ്ങളായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ, എത്ര നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്കൊരു വിഷമം വന്നാൽ നിങ്ങളവിടെ വിഷമിച്ചിരിക്കും. ഇനി ആരെ മുന്നിലായാലും നിങ്ങൾ വിഷമിച്ചിരിക്കും. നിങ്ങൾക്കൊരു ഈഗോ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ ഈഗോയിസ്റ്റിക് ആയിരിക്കും. നിങ്ങൾക്കൊരു പൊസസീവ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, അത് അവിടെ മനസ്സിലാവും. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടൈമാണ്. ഈ യൂണിവേഴ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഫോർഗിവ്നെസ് ഉണ്ടാവേണ്ട സമയമാണ്. ഒരുപാട് ക്ഷമാപരമായിട്ട് മറ്റുള്ളവരുടെ ക്ഷമിക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഒരു കഴിഞ്ഞ റിലേഷൻഷിപ്പിലോ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തികളെ ഒന്നും നിങ്ങൾക്ക് മുന്നേ അറിയത്തില്ലായിരുന്നു. ഈ ഭൂമിയിൽ വന്ന്
ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് മേ ബി സോഷ്യൽ മീഡിയ വഴിയായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കണ്ടത് വെച്ചായിരിക്കണം. അതിന് ശേഷം പരിചയപ്പെട്ട് മനസ്സ് കൊടുത്ത് പ്രണയിച്ചവരാണ് എല്ലാവരും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും. അപ്പം ആ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം വാല്യൂ തന്ന വ്യക്തി ചില ഇൻസിഡൻറ്റ് മൂലം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നെഗറ്റീവായി പോയി എന്നുള്ളത് ഓക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ക്ഷമിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇത് രണ്ടുപേരുടെ സാഹചര്യം, രണ്ടുപേരുടെ സിറ്റുവേഷൻ, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സലായിട്ട് നമ്മൾ ഓരോ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ യൂണിവേഴ്സ് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഇങ്ങനത്തുള്ള ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നമ്മളുടെ വെൽത്തിനും ഹെൽത്തിനും നമ്മളുടെ എനർജിക്കും നമ്മുടെ കരിയറിനും നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ അതുകൊണ്ടൊക്കെ കിട്ടുന്ന സൈനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതായിട്ടാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ നിങ്ങൾ ക്ഷമിച്ചു വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ബ്ലെസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കിട്ടുന്നൊരു ഫുൾഫില്ല് വിഷ് എന്ന് പറയുന്നത് ഒരു പൂ ചോദിക്കുന്ന സമയത്ത് ഒരു പൂന്തോട്ടം കിട്ടുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ക്ഷമിച്ച് വിടുന്ന സമയത്ത് അത് ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സ് കൊണ്ടത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വാല്യുബിളായിട്ടുള്ള അതാണ് പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ഏഞ്ചലായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൂടുതലധികം പേരും നിങ്ങളുടെ കാസ്റ്റ് പരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലും അവൈലബിലിറ്റി ഉണ്ടാവുന്നൊരു സമയമായിട്ട് കുറേ പേരധികം ആൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മതപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ മതപ്രകാരം എന്താണോ അതുമായിട്ടൊക്കെ കൂടുതൽ കമ്പയർ ചെയ്ത് പോവുക, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനൊക്കെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. ദൈവവിശ്വാസം കൂടുക, അമ്പലത്തിൽ പോവുക, അതിന് കുറേ ആശ്വാസം കിട്ടുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിപ്പോൾ ഏത് മതമായാലും നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പം ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വൈബ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. യെസ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കാർമിക് ലെസൺസ്, ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫാൻറ്റസി വേൾഡ്, ഒരു പകുതിയാകുമ്പോൾ ഒരു ഫാൻറ്റസി വേൾഡ് അങ്ങോട്ട് തുറക്കും. പിന്നെ അങ്ങോട്ട് നിങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസൊക്കെ ഞാൻ പറഞ്ഞ സീരിയസ് പക്ക ഒരു ഫിലിം കാണുന്ന കണക്ക് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകും. ഒരുപാട് ചിരിക്കാനും ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് ഹാപ്പിനെസ് ആക്കാനും ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഈ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഈ ഓഗസ്റ്റ് മന്ത് നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ ലൈഫ് നിയന്ത്രിക്കുന്ന കുറച്ച് എനർജീസ്, അല്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മന്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് സംഭവങ്ങളെന്ന് പറയുന്നത് അത് നിങ്ങൾ കണ്ടറിയേണ്ട കുറേ കാര്യങ്ങളാണ്. കാരണം എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് പടം നിങ്ങൾ കണ്ടിറങ്ങുന്ന ഫീലിൽ നിങ്ങൾക്കത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കാർമിക്കായിട്ടുള്ള ലെസൺസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ, ഈവൻ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇപ്പം എഴുതാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി പഠിക്കും. അതുപോലെ തന്നെ പാട്ട് പാടാൻ പെട്ടെന്ന് നിങ്ങൾക്കൊരു കഴിവുണ്ടാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻസിഡൻ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക കോമഡി, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. ഈ ഓഗസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ കളിയായിരിക്കും എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് ഗ്യാരണ്ടി, ഞാൻ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. കാരണം അത്ര നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. കാരണം പല സോളുകളും പല എനർജീസും പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. കാരണം ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാവും, ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ലൈഫ് എന്താണെന്ന് മനസ്സിലാവും. ഈവൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ കാണാനുള്ള ചാൻസ് ഒരു ഓൾമോസ്റ്റ് കൂടുതലായിട്ടാണ് ഈ സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പല ആൾക്കാരുടെ ക്യാരക്ടർ, പല അപ്പിയറൻസ്, ഈ സമയത്ത് എൻ്റർടൈൻമെൻറ്റിൻ്റെ കളിയായിരിക്കും. ഞാൻ സീരിയസ്ലി ഞാൻ നിങ്ങൾക്ക് പറയുന്നു, എൻ്റർടൈൻമെൻറ്റിൻ്റെ കളിയായിരിക്കും. അപ്പം യെസ്, നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയുന്നത് ഡിസിഷൻ, ഇപ്പം ഡിസിഷൻ നിങ്ങൾക്ക് നിങ്ങളെ ഡിസിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ
ഇപ്പം ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന കണക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നിങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നും അറിയാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വഴിയും ഇൻറ്റ്യൂട്ടീവ് വഴിയും അത് വണ്ടർഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വണ്ടർഫുള്ളായിട്ട് അറിയാൻ പറ്റുക എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു വേൾഡിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തന്നെയായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഗൈഡൻസ് നിങ്ങൾക്കുണ്ടാവും ഈ സമയത്ത്. ഈവൻ നിങ്ങൾ ഒരു ഏഞ്ചലാണ്, നിങ്ങളൊരു ഏഞ്ചലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ പവറുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സലിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കൂട്ടിക്കോ. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ തരണം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മാറ്റിയെടുക്കണം, നിങ്ങളെ ഭയങ്കരമായിട്ടും ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നിങ്ങൾ അതിന് വേണ്ടി ജനിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു മായിക ലോകത്ത് പെട്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങളാവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് പഠിക്കാനുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് പഠിക്കുക, യൂണിവേഴ്സലിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാനുള്ളത്. അതായത് ഒരുപാട് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, ഒരുപാട് പ്യുവറായിട്ടുള്ള, ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, മാജിക്കൽ പവറൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണലി ഗൈഡൻസ് ഉണ്ടാകും. അതായത് നിങ്ങളിൽ നിന്നും വേറിട്ട് പോയ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാഞ്ഞു പോയ, നമ്മളിൽ നിന്നും അകന്നു പോയ ഒരുപാട് 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 ആത്മാക്കളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവരിൽ നിന്നും നിങ്ങൾക്കൊരു ഒന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങളുടെ സ്വപ്നം വഴി, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് വഴി ഈ വ്യക്തികൾ വന്ന് നിങ്ങളെ നിങ്ങളുടെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചലായിട്ട് നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നു, ആ സ്പിരിറ്റ് ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് നമ്മളിൽ നിന്നും വിട്ടുപോയ ചില ആൾക്കാർ, നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് അവരുടെ ഒരു കൂട്ടം, അവരെവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ എനിക്കിവിടെ കാണുന്ന സംഭവം ഞാൻ പറയുന്നത്, അവരെ കൂടെയുള്ള ആൾക്കാരും ആ ഒരു സ്പിരിറ്റ് ഫാമിലീനെ നമുക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ട് നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തുകയാണ്, ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് നിങ്ങൾക്കതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് അതിവിടെ നടക്കുന്നുണ്ട്. അതുമല്ല, അവരുടെ ബ്ലെസ്സിങ്സ്, അവരുടെ കരങ്ങൾ നിങ്ങളുടെ മേൽ വെച്ച് അവർ നിങ്ങളെ ബ്ലെസ്സ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മനസ്സറിഞ്ഞ് അവർ നിങ്ങളെ ബ്ലെസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ബ്ലെസ്സിങ് കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു ഏഞ്ചലിന് മേലും നിങ്ങൾക്ക് ഇതാവാൻ പറ്റും. കാരണം അവരുടെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. നിങ്ങളെന്നും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന് എല്ലാ കളിയിലും ചിരിയിലും ഉണ്ടായിരുന്ന് നമ്മുടെ ഫാമിലി ആയിട്ട് നിന്ന ആൾക്കാരായിരിക്കണം അവർ. അപ്പം അവരൊരു സമയത്ത് നമ്മളെ വിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവരെ മറന്നു എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ മാത്രമല്ല നമ്മൾ പരിഗണിക്കാനുണ്ടാവുന്നത്, നമ്മളെ ഒപ്പമുള്ളതും നമ്മളെ വിട്ടുപോയ ആൾക്കാരെയും നമ്മൾ പരിഗണിക്കണം, നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ലൈഫിലോട്ടൊരു വിജയം ഉണ്ടാകത്തുള്ളൂ. അവരെയും കൂടെ വിചാരിക്കണം, കാരണം നമുക്കറിയാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ യെസ്, എന്താ പറയുക, നിങ്ങൾക്ക് ചിലതിനെ തൊട്ടറിഞ്ഞ് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഒരുപാട് കണക്ഷൻസ് നിങ്ങൾക്കുണ്ടാവും. കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻസിഡൻറ്റുകൾ ചില ആൾക്കാരുമായിട്ട്, ഇപ്പം നിങ്ങളൊരു ഹോസ്പിറ്റലിലോ ഹോസ്പിറ്റലൊന്നും പോകാണ്ടിരിക്കട്ടെ, ഹോസ്പിറ്റലല്ല, ഇപ്പം എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നു,
അപ്പം ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ഒരു ബസ് സ്റ്റാൻഡിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും പോകുന്നു. നിങ്ങൾക്കിങ്ങനെ കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുക, ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, ചില ആൾക്കാരുടെ ഇമോഷൻസ് ആയിരിക്കാം, ചില ആൾക്കാരുടെ എനർജി ആയിരിക്കാം, ചില ആൾക്കാരുടെ സംസാരങ്ങളായിരിക്കാം. നിങ്ങൾക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയാണ്. 2 പേര് നിന്ന് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫീലിങ്സിൽ നിങ്ങളങ്ങ് മതിമറന്ന് വീഴുകയാണ്. അങ്ങനത്തുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ക ഫീലിങ്സിലാണ് സംസാരിക്കുന്നത്. ഈവൻ റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയറിലായിരിക്കാം, പണ്ടത്തെ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം. അപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ജെന്യുവൻലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതായിട്ടാണ്. അത് മനുഷ്യന്മാരിൽ നിന്നും അല്ലാണ്ട് യൂണിവേഴ്സിൽ നിന്നും ആയിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ചില ഇൻസിഡൻറ്റ്, യൂണിവേഴ്സൽ പരമായിട്ട് ചില ഇൻസിഡൻറ്റ് നടക്കണം. അപ്പം നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അതെന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു, അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നു എന്നുള്ളതായിട്ടാണ്. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എന്താ പറയുക, ഈ മാവിൽ എങ്ങനെയാണ് ഈ മാങ്ങ കായ്ക്കുന്നത്, അല്ല അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെ ഈ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അറിയാൻ പറ്റാത്ത ചില ക്യൂരിയോസിറ്റി ആവുന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇൻസിഡൻറ്റിൽ നിങ്ങൾക്ക് ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അത് എനിക്കിങ്ങനെ പറഞ്ഞു തരണം, അതെങ്ങനെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഈ എന്താ പറയുക, ചില ആൾക്കാർക്ക് ഈ കുരുട്ട് ചോദ്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ട് കാണിച്ചു തരുന്നൊരു സിറ്റുവേഷൻ. അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ, ഇപ്പം ഞാനിവിടെ പുറത്തിറങ്ങി നിന്ന സമയത്ത്, ഞാനിവിടെ പുറത്തിറങ്ങി നിന്ന സമയത്ത് ഒരു ചേട്ടൻ, ഒരു മാമൻ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഇങ്ങനെ കിളയ്ക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടുത്തെ പാടം ഇങ്ങനെ കിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ടിറങ്ങി നിന്നിട്ട് ജസ്റ്റ് ചിന്തിച്ചായിരുന്നു, ഇയാളത് ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കാണ്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അവിടെ, ആ സമയം ഭയങ്കരമായിട്ടുള്ള വെയിലുണ്ട്. അപ്പം വെയിലുണ്ട്, അയാളങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ആ സ്പോട്ടിന് തന്നെ എനിക്ക് കിട്ടിയൊരു ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ആ സ്പോട്ടിന് അവിടെ നിന്ന് ഒരു തരി പോലും മാറിയിട്ടില്ല. അവിടെ ജസ്റ്റ് ഒരു മഴ, ഒരു സ്പ്രേ ചെയ്യും കണക്ക് ഒരു മഴ വന്നതിന് ശേഷം പിന്നെ അവിടെ ഒരു വെയിൽ വന്നു. ആ ഒരു വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ രാവിലെ കൊച്ചുങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി, എന്താ പറയുക, കൊച്ചുങ്ങളെ നമുക്ക് വിറ്റാമിൻ എ സിയാ അങ്ങനെ എന്തോ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വെയിൽ വരും, ആ സെയിം വെയിൽ. അപ്പം എന്താ പറയുക, എനിക്ക് അതുവഴി ഒരു ഇൻസിഡൻറ്റ് കിട്ടി. കാരണം എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ്റെ കൂടെ ദൈവം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ ഒപ്പം യൂണിവേഴ്സ് ഉണ്ടാവും എന്നുള്ളത്. കാരണം അവിടെ വിത്തിൻ സെക്കൻഡിൽ എനിക്കുള്ള മറുപടിയും തന്ന് ആളുടെ പ്രശ്നവും മാറി. അത് ഒരു എന്താ പറയുക, അത് എന്നെ സംബന്ധിച്ച് ഞാൻ തൊട്ടറിഞ്ഞ കാര്യമാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം. കാരണം ഒരു യൂണിവേഴ്സിൻ്റെ ഫാൻ ബോയ് എന്നുള്ളൊരു നിലയ്ക്ക് എനിക്കത് ഒരിക്കലും എന്താ പറയുക, അത്രത്തോളം അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സിറ്റുവേഷൻ. അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണ് ആളുടെ മേൽ പതിഞ്ഞത് സൂര്യപ്രകാശം മൂലം എന്ന് ഞാൻ ഭയങ്കരമായിട്ടും വിശ്വസിക്കുന്നു. അത് ഞാൻ തൊട്ടറിഞ്ഞൊരു ഫീലാണ്. എൻ്റെ മനസ്സിൽ സീരിയസ്ലി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സമയം, ആ സമയത്ത് മഴ വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ബട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ഉണ്ടായ, എന്താ പറയുക, ഒരു കണക്ഷൻ കാര്യങ്ങളും എല്ലാം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു ചിന്തിക്കേണ്ട ഒരു സംഭവമായിപ്പോയി. ഞാൻ ഈ യൂണിവേഴ്സലിന് അത്രത്തോളം ഫാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനൊരു യൂണിവേഴ്സലിൻ്റെ ഫാൻ ബോയ് ആണ്. അപ്പം ആ ഒരു നിലയ്ക്ക് ഞാൻ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യേണ്ട, അത്രത്തോളം ഞാൻ പ്രൗഡ് മൂമെൻ്റ് ആയിപ്പോയി ആ ഒരു സമയം. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഒരു പ്രൗഡ് മൂമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലും ചില കാര്യങ്ങൾ നിങ്ങൾ തൊട്ടറിയാൻ പഠിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എന്താ പറയുക, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റും. എന്താ പറയുക, നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഞാനതെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല സത്യത്തിൽ. ഫ്യൂച്ചർ അങ്ങനെ എല്ലായിടത്തും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ നിൽക്കുന്ന കുറേയധികം ബ്ലെസ്സിങ്സ് അത് നിങ്ങൾ അറിയണം. നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഗുഡായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. അതാണ് ഞാൻ ഒരു സംഭവം മാത്രം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നൊരു മേജറായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സമയം ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ഈ സമയത്ത്. ഒരുപാട് നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിലും, നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലും, നിങ്ങളെ
ഒഴിവാക്കിയ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പഠിക്കും. ഒരു ചെറു പുഞ്ചിരിയോടെ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പഠിക്കും. ഒരുപാട് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എന്താ പറയുക, മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, മനസ്സറിഞ്ഞ് പാട്ട് കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഭൂമിയിൽ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും മനസ്സമാധാനം എന്ന് പറയുന്ന പീസായിട്ട് ഇരിക്കാൻ പറ്റുക, അല്പം നേരം 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഒരു ബസ്സിൽ പോകുന്ന സമയത്തന്നെ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് നെഗറ്റീവ് അടിക്കുന്നതിനേക്കാളും ചില കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കുക എന്ന് ഇപ്പം നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഇൻസിഡൻ്റിൽ ചില കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ചിരിക്കും. നമുക്കത് അതെന്താ പറയുക, അത് നമ്മുടെ ഉള്ളിലൊരു ബേബിയാണ് ആ ചിരിക്കുന്നത്. നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തി നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ അടുത്തൊരു ആശ്വാസം കാര്യങ്ങൾ നമ്മളിങ്ങനെ കാലൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളോട്ടങ്ങ് ഒതുങ്ങുന്നൊരു സമയം വരും. ഇതേ അടുത്ത ഇൻസിഡൻറ്റ് നിങ്ങൾക്കുണ്ടാകും. അതാണ് പറഞ്ഞത്. അപ്പോൾ കുറേയധികം സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ അത് പറയാനുള്ളത്. അപ്പം ഓക്കെ, എല്ലാവർക്കും ആഗസ്റ്റ് മന്തിലോട്ട് കയറി അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.